ഇനിയിപ്പോൾ ബിഗ് ബോസിൽ ആകെ ഒരു 9 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് പുതിയ ക്യാപ്റ്റൻ്റെ ആവശ്യമില്ലെന്നുള്ള ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ് വന്നിരുന്നു. ഇനി പുതിയ ക്യാപ്റ്റൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങളൊരാളെ മുൻകാല പ്രകടനം വെച്ച് കഴിഞ്ഞ ആഴ്ചയിലെയോ അതിനുമ്പത്തെയോ പ്രകടനം വെച്ചിട്ട് നിങ്ങളൊരു ലീഡറെ തിരഞ്ഞെടുക്കുക. കാരണം ഒരു പ്രത്യേക പദവി അവർക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല, അത് ബിഗ് ബോസ് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരും കൂടി ഓരോരുത്തരും നോമിനേറ്റ് ഫസ്റ്റിലെ നോമിനേഷൻ നോമിനേറ്റ് ചെയ്തത് നമ്മൾ അനീഷാണ്. അനീഷ് പറഞ്ഞത് നെവിൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പണപ്പെട്ടി മത്സരത്തിൽ പങ്കെടുത്തില്ല, എന്നിട്ട് കൂടി അദ്ദേഹം കിച്ചണിൽ കയറി ഒരുപാട് സഹായങ്ങൾ സ്വയമായി ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ മനസാധ്യത്തെ നമ്മൾ അംഗീകരിക്കണം. കാരണം ഇന്ന് വരെ നല്ലൊരു ഭക്ഷണം ഉണ്ടായി തന്നു. കാരണം അത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും പുള്ളി ഒഴിഞ്ഞു മാറി ഇരുന്നിരുന്നില്ല. അതുകൊണ്ട് നെവിൻ്റെ പേര് ഇത് അനീഷ് പറഞ്ഞതോടുകൂടി പിന്നെ എല്ലാവരും അനീഷിൻ്റെ പേരാണ് പറഞ്ഞത്. പക്ഷേ അനുമോള് മാത്രം അനീഷിൻ്റെ പേര് പറഞ്ഞു. കാരണം അനീഷ് അനുമോളെ കിച്ചണിൽ മറ്റുള്ളവരൊന്നും സഹായിക്കാത്ത സമയത്തും അനീഷ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നന്ദിയാണെന്ന് തോന്നുന്നു. അനുമോള് മാത്രം അനീഷിനെ പറഞ്ഞു. അതുപോലെ നെവിൻ അക്ബറിൻ്റെ പേരുമാണ് പറഞ്ഞത്. നെവിൻ്റെ ചാൻസ് എത്തിയപ്പോൾ അക്ബറിൻ്റെ പേര് പറഞ്ഞു. പക്ഷെ ബാക്കി എല്ലാവരും 7 പേര് നെവിൻ്റെ പേര് പറഞ്ഞു. നെവിന് സ്റ്റാർ വാല്യൂ കൊടുക്കാനായിരിക്കും. അത് ഉടനെ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് രണ്ടാമത്തത് ജയിൽ നോമിനേഷനായിരുന്നു. ഇപ്രാവശ്യം ജയിലിലേക്ക് 2 പേരെ പറഞ്ഞേ വിടണം. അതുകൊണ്ട് നിങ്ങൾ 2 പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. ആദ്യമായി പോയതും അനീഷ് തന്നെയാണ്. അനീഷിനെ പോയിട്ട് ആദ്യം പറഞ്ഞു അനുമോളെ പറഞ്ഞു. അനുമോള് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന എല്ലാവരും വിചാരിച്ചു അനുമോളെ പേര് പറയില്ല എന്ന്. പക്ഷെ അനുമോളെ പേര് പറഞ്ഞു. അങ്ങനെ ഒരു കാരണം കൊണ്ട് അനുമോൾ കഴിഞ്ഞ പ്രാവശ്യം ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ അനുമോള് രണ്ടാമത് പറഞ്ഞു. പിന്നെ അതിൽ പക്ഷേ 2 പേര് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഒന്ന് നൂറ കഴിഞ്ഞ പ്രാവശ്യം ക്യാപ്റ്റനായിട്ട് സെൽഫ് ഡിസിഷനായിട്ട് കുറേ എടുത്തു. മറ്റുള്ള ക്യാപ്റ്റൻ ഇപ്പം ഉദാഹരണത്തിന് കിച്ചണിലൊരു പ്രശ്നം വന്നപ്പോൾ കിച്ചണിലെ ക്യാപ്റ്റനോട് ചോദിക്കാതെ നമ്മളെ അനുമോളെ റീപ്ലേസ് ചെയ്തു. അങ്ങനെ ഒരുപാട്, അതായത് ഇതുവരെ അധികാരം കിട്ടാത്തപ്പം പെട്ടെന്ന് അധികാരം കിട്ടിയപ്പം വേറൊരു ചൊല്ലില്ലേ, അതുപോലെ തന്നെ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ. ഒന്ന് നൂറിന്. പിന്നെ നമ്മളെ സാബുമാൻ ഭയങ്കര ആക്ടിങ് ആണ് ശരിക്കും. സാബുമാൻ ഒരു നല്ല പിള്ള ചമയം, എന്നിട്ട് അപ്പുറം ഇപ്പുറം പോയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കും. അത് ആദ്യകാലത്തൊന്നും ആർക്കും മനസ്സിലായില്ല, പക്ഷെ ഇപ്പം എല്ലാവർക്കും കുറേശ്ശെ മനസ്സിലായി തുടങ്ങി. ഇക്കാര്യത്തിൽ അനുമോളും സാബുമാനും ഭയങ്കര പൊരിഞ്ഞ വാക്ക് തർക്കമായിരുന്നു. നീ ലോകം കണ്ട പെരുങ്കള്ളി, ബിഗ് ബോസ് കണ്ട പെരുങ്കള്ളി, അതുപോലെ എല്ലാ കള്ളീനെയും ഇനിയൊരു കള്ളീനെയും വിളിക്കാനില്ല. മാക്സിമം എല്ലാ കള്ളികളെയും സാബുമാൻ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവളും വിട്ടിട്ടിരുന്നില്ല. അനുമോളും വായിൽ കിട്ടിയതൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിലങ്ങ് പറഞ്ഞു. പിന്നെ അക്ബറും കൂടി സാബുമാനെ പറഞ്ഞപ്പം കുറച്ച് സൈലൻ്റായി സാബുമാൻ. അന്നേരം തോന്നി എനിക്ക് ഇതിൽ കുറച്ച് സത്യങ്ങളുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഒടുക്കം ബിഗ് ബോസ് പറഞ്ഞു ഇപ്രാവശ്യം നോമിനേഷൻ വേണ്ട, കാരണം അവസാനത്തിന് ഒരാഴ്ചയല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് സ്വയം വേണമെങ്കിൽ ജയിലിൽ പോകണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരാൻ പറഞ്ഞു. അവസാനം ഇവർ രണ്ടാളും തന്നെ മുന്നോട്ട് വന്നു. അവർ ജയിലിലേക്ക് പോയി. പുതിയ അപ്ഡേറ്റുമായി ഉടനെ വരാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു വെച്ചോളൂ.